വിവേകശൂന്യന്റെ മുഖമുദ്രയാണ് അഹങ്കാരവും ഇടുങ്ങിയ ചിന്താഗതിയും. എന്നാൽ വിവേകശാലിയാകട്ടെ വിനയവും വിശാലഹൃദയവും കൈമുതൽ ആയിട്ടുള്ളവനാണ്. രാഹുൽ ഗാന്ധിയുടെ വിവേകത്തിന്റെയും വിനയത്തിന്റെയും വിശാല ഹൃദയത്തിന്റെയും മറ്റൊരു ഉദാഹരണമാണ് ഹരിയാനയിലെ കർണാലിൽ നിന്ന് വരുന്ന ഈ വാർത്ത. രാഹുൽ ഗാന്ധി അമേരിക്ക സന്ദർശിച്ചപ്പോൾ വാഹനാപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യക്കാരനായ ട്രക്ക് ഡ്രൈവർ അമിത് കുമാറിനെ സന്ദർശിക്കാൻ ഇടയായി. 27 വയസ്സുകാരനായ ഈ യുവാവ് 18 മാസങ്ങൾക്ക് മുൻപാണ് ഇടനിലക്കാർക്ക് ലക്ഷക്കണക്കിന് പണം കൊടുത്ത് അമേരിക്കയിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറിയത്. ഹരിയാനയിലെ അതിരൂക്ഷമായ തൊഴിലില്ലായ്മയുടെ യഥാർത്ഥ ചിത്രം കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ കഥ. അമിത്തിനെ സന്ദർശിച്ചപ്പോൾ നാട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കാണുമെന്ന് രാഹുൽ ഗാന്ധി വാക്ക് നൽകിയിരുന്നു. ഇപ്പോഴിതാ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഉടൻ തന്നെ രാഹുൽ ആ വാക്ക് പാലിച്ചിരിക്കുന്നു. ആരെയും അറിയിക്കാതെയായിരുന്നു രാഹുലിന്റെ ഈ സന്ദർശനം. വ്യാഴാഴ്ച വെളുപ്പിന് 5 മണിക്ക് രാഹുലിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ചിലർ അമിത്തിന്റെ കുടിലിലെത്തി തങ്ങൾ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 5:30യോടുകൂടി രാഹുൽ ഗാന്ധി അമിത്തിന്റെ ഗോഗ്ഡിപൂർ ഗ്രാമത്തിലുള്ള കുടിലിലെത്തി. അവിടെയുള്ള ലോക്കൽ കോൺഗ്രസുകാരെയോ പോലീസിനെയോ ഒന്നും അറിയിക്കാതെയായിരുന്നു രാഹുലിന്റെ ഈ സന്ദർശനം. അമിത്തിന്റെ കുടുംബാംഗങ്ങൾക്കും രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനത്തെക്കുറിച്ച് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. അവിടെ അദ്ദേഹം അമിത്തിന്റെ അമ്മ ബീർമതിയും അടുത്ത കുടുംബാംഗങ്ങളുമായി 1.5 മണിക്കൂറോളം സംസാരിച്ചിരുന്നു. രാഹുൽ അവിടെ സംസാരിച്ചിരുന്ന സമയത്ത് അമ്മ ഒരു വീഡിയോ കോളിലൂടെ അമിത്തിനെ വിളിക്കുകയും രാഹുൽ ഗാന്ധി തന്റെ വാക്ക് പാലിച്ച വിവരം പങ്കുവയ്ക്കുകയും ചെയ്തു. രാവിലെ 7:10 രാഹുൽ ഗാന്ധി അവിടെ നിന്ന് യാത്ര തിരിച്ചത്. അമിത്തിന്റെ കുടുംബം വളരെ സ്നേഹപൂർവ്വം രാഹുൽ ഗാന്ധിക്ക് നാടൻ പശുവിനെയും ചൂർമ എന്ന മധുരപലഹാരവും പായ്ക്ക് ചെയ്ത് നൽകി. ഇപ്പോഴും ഗുരുതരാവസ്ഥയിലുള്ള അമിത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. രാഹുൽ ഗാന്ധി അവിടെ എത്തിയ കാര്യം കാട്ടുതീ പോലെ പടർന്ന് കുറെ ആളുകൾ അവിടെ തടിച്ചുകൂടുകയും ചെയ്തു. അദ്ദേഹം അവിടെ നിന്ന് പോയ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച വീർമതി പറഞ്ഞത് രാജാവ് പാവപ്പെട്ടവന്റെ കുടിലിൽ സന്ദർശനത്തിന് വന്നു എന്നാണ്. ഇവിടെ അമിത്തിന്റെ അമ്മ പറയുന്നത് കേട്ടോളൂ. രാഹുൽ അമേരിക്കയിൽ വെച്ച് അമിത്തിനെ കണ്ടു. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ പോയി സന്ദർശിക്കുന്നു. അദ്ദേഹത്തിന്റെ വരവിനെക്കുറിച്ച് ഞങ്ങൾക്കും യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പുലർച്ചെ 5 മണിക്ക് ചില സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന് തങ്ങൾ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണെന്ന് അറിയിക്കുകയും രാഹുൽ ഉടനെ തന്നെ എത്തുമെന്ന് പറയുകയും ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്കകം എത്തിയ രാഹുൽ ഗാന്ധി വളരെ സ്നേഹപൂർവ്വം ഞങ്ങളുമായി 2 മണിക്കൂറോളം സംസാരിച്ചു. ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കേട്ടു. അമിത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. അമിത്തിന്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഞങ്ങൾ നൽകിയ ചായയും ബിസ്ക്കറ്റും അദ്ദേഹം കഴിച്ചു. മനുഷ്യക്കടത്തുകാർക്ക് വളരെയേറെ പണം കൊടുത്ത് ഡോങ്കി മാർഗത്തിലൂടെയാണ് ജീവിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് മകൻ അമേരിക്കയിലേക്ക് കടന്നത്. അമിത്തിന്റെ അച്ഛൻ പറയുന്നത് കേട്ടോളൂ. ഇവിടെ രാഹുൽ ഗാന്ധി അമിത്തിന്റെ അമ്മ, സഹോദരന്റെ കുട്ടികൾ എന്നിവരോട് മാത്രമാണ് സംസാരിച്ചത്. 4 മാസമായി അമിത് കിടന്ന കിടപ്പിലാണ്. ഇങ്ങനെയായിരിക്കണം നേതാക്കൾ. അമിത്തിന്റെ സഹോദരന്റെ വാക്കുകൾ ഇതാ. എല്ലാവരുടെയും ക്ഷേമം അന്വേഷിച്ചു. ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ബുദ്ധിമുട്ടുള്ളത് എന്ന് ചോദിച്ചറിഞ്ഞു. എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അനിയനെ അമേരിക്കയിൽ കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ അനിയന് വാക്ക് കൊടുത്തിരുന്നു ഗ്രാമത്തിൽ വന്ന് താങ്കളുടെ കുടുംബത്തെ സന്ദർശിക്കുന്നത്. അദ്ദേഹം വരുന്ന കാര്യം കുടുംബാംഗങ്ങൾക്കുൾപ്പെടെ ആർക്കും അറിവുണ്ടായിരുന്നില്ല. ഓരോ ദിവസവും രാഹുൽ ഗാന്ധി കാണിച്ചു കൊടുക്കുകയാണ് ഇതുപോലെയാവണം ജനനേതാക്കൾ എന്ന്. വിവേകവും വിദ്യാഭ്യാസവും വിവരവും വിനയവും മാത്രമല്ല അദ്ദേഹത്തിന്റെ കൈമുതൽ. അതിനോടൊപ്പം തന്നെ രാജ്യത്തെ 95% വരുന്ന പാവപ്പെട്ടവരോടും ഇടത്തരക്കാരോടുമുള്ള കരുണയും സ്നേഹവും കൂടിയാണ്. കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിന്റെ വലിയ കേടുപാടുകൾ തീർക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു നേതാവ്.